വിജയമന്ത്രങ്ങൾ. ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ, ഖത്തർ. അധ്യായം 290. പണത്തിന് പിന്നാലെ പാഞ്ഞ് ജീവിതം നശിപ്പിക്കരുത്. ഈ ലോകത്ത് മാന്യമായി ജീവിക്കുവാൻ പണം അത്യാവശ്യമാണ്. പണത്തിന്റെ അഭാവത്തിൽ വ്യക്തിതലത്തിലും സാമൂഹ്യതലത്തിലും വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാവുക. പലപ്പോഴും ജീവിതമാർഗം കണ്ടെത്താനുള്ള നെട്ടോട്ടമായി പലരുടെയും ജീവിതം ചുരുങ്ങുന്നതായി തോന്നാം. മറ്റു പലരും പണം വാരിക്കൂട്ടാനുള്ള വ്യഗ്രതയിൽ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരാണ്. ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ട പരിഗണന കൊടുക്കാതെ, സ്വന്തത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പോലും വകവെക്കാതെ പണത്തിന് പിന്നാലെ പായുന്ന പലരെയും കാണാം. പണത്തിന്റെ പിന്നാലെ അനിയന്ത്രിതമായി പായുന്നത് ജീവിതത്തിലെ സമതുലനവും സന്തോഷവും നഷ്ടപ്പെടുത്തുമെന്നും പണവും മൂല്യങ്ങളും തമ്മിൽ ഒരു ശരിയായ സമവാക്യം കണ്ടെത്തുക അത്യന്താപേക്ഷിതമാണെന്നും തിരിച്ചറിയുമ്പോഴേക്കും ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും അവർക്ക് നഷ്ടമായിട്ടുണ്ടാകും. ഒരു കാര്യത്തിലും അത്യാഗ്രഹിയാവാതെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകുന്ന രീതിയാണ് സന്തോഷകരവും സമാധാനപരവുമായ ജീവിതത്തിന് അഭികാമ്യം. സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും വികാരങ്ങൾ ജ്വലിപ്പിച്ചു നിർത്തുകയും എല്ലാവർക്കും വളർച്ചയും പുരോഗതിയും ആഗ്രഹിച്ച് മുന്നേറുകയും ചെയ്യുന്ന സാമൂഹിക ക്രമമാണ് നമുക്കാവശ്യം. ആർത്തി പൂണ്ട് പണത്തിന് പിന്നാലെ പായുമ്പോൾ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങൾ വ്യത്യസ്ത തലങ്ങളുള്ളതാകും. 1. ആരോഗ്യത്തെ ബാധിക്കുന്നു. പണത്തിന് മാത്രം പ്രാധാന്യം നൽകി വിശ്രമം, ഭക്ഷണം, വ്യായാമം എന്നിവ അവഗണിക്കുന്നതിലൂടെ ശരീരവും മനസ്സും ക്ഷീണിക്കും. ഇത് മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. 2. വ്യക്തിപരമായ ബന്ധങ്ങൾ നഷ്ടമാകും. പണം നേടാനുള്ള അനിയന്ത്രിതമായ ആഗ്രഹം കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയെ ബാധിക്കാം. പണത്തിന് പിന്നിൽ ഓടുമ്പോൾ ബന്ധപ്പെട്ടവരോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാൻ കഴിയാതെ വരും. ഇത് ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുകയും ഊഷ്മളത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. 3. മനഃശാന്തി നഷ്ടമാകും. പണം നേടാനുള്ള അമിതമായ ആഗ്രഹം നിരന്തരം ഉത്കണ്ഠയും ഭയവും സൃഷ്ടിക്കാം. ഇത് മനഃശാന്തി ഇല്ലാതാക്കുകയും ജീവിതത്തിൽ സംതൃപ്തി കുറയ്ക്കുകയും ചെയ്യും. 4. മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ആർത്തി കൂടുമ്പോൾ ഏതു വിധേനയും പണം സമ്പാദിക്കണമെന്ന നിലയിലെത്തുകയും പണം നേടിയെടുക്കാൻ മൗലിക മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത് വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കാനിടയാക്കും. 5. ചെറുതും മനോഹരവുമായ കാര്യങ്ങൾ മറക്കുന്നു. പണത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ ജീവിതത്തിലെ ചെറുതും മനോഹരവുമായ സന്തോഷങ്ങൾ കാണാതാക്കാം. കുടുംബത്തോടൊപ്പമുള്ള സമയം, സാന്ത്വനമേകുന്ന ഹോബികൾ എന്നിവ പലപ്പോഴും അവഗണിക്കപ്പെടുകയും ജീവിതം വിരസവും യാന്ത്രികവുമായി തീരുകയും ചെയ്യും. 6. അനിശ്ചിതത്വവും അസംതൃപ്തിയും. എത്ര പണം സമ്പാദിച്ചാലും അത് മതി എന്ന സംതൃപ്തി ലഭിക്കാതെ വരും. കൂടുതൽ നേടാനുള്ള ആഗ്രഹം ജീവിതത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കാം. ചുരുക്കത്തിൽ പണമാണ് എല്ലാം എന്ന ചിന്ത മാറി പണം ആവശ്യത്തിന് എന്ന നിലപാടിലേക്ക് മാറുമ്പോഴാണ് ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിക്കാനാവുക എന്ന് നാം തിരിച്ചറിയണം. ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു അത്രേ, ഗുരു, പണത്തോടുള്ള ആഗ്രഹം മനുഷ്യന് മതിയാവുന്നത് എപ്പോഴാണ്? ഗുരു ഒന്നും പറഞ്ഞില്ല. പുഞ്ചിരി തൂക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ഒരു സഞ്ചി നിറയെ മുട്ടയുമായി തിരികെ വന്ന് കയ്യിലെ സഞ്ചിയിൽ നിന്നും ഒരു മുട്ടയെടുത്ത് ശിഷ്യന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. രണ്ടാമതൊരു മുട്ട കൂടി എടുത്ത് ശിഷ്യൻ കൊടുത്തു. മൂന്നാമതും ഒരു മുട്ട കൂടി നീട്ടിപ്പിടിച്ച കൈകളിൽ ഗുരു വെച്ചു കൊടുത്തു. സന്തോഷത്തോടെ അതൊക്കെയും സ്വീകരിച്ച ശിഷ്യന്റെ കൈകളിലേക്ക് 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും മുട്ടകൾ വന്നു തുടങ്ങിയതോടെ കൈകളിൽ ഭദ്രമാകില്ല എന്ന തോന്നലുണ്ടായി. പരിഭ്രമം പൂണ്ട ശിഷ്യൻ പറഞ്ഞു, ഗുരു, ഇനിയും മുട്ടകൾ ഈ കൈകളിൽ വെച്ച് തന്നാൽ ഈ കൈകൾക്ക് അത് ഉൾക്കൊള്ളാനാവില്ല. മാത്രമല്ല, ഇപ്പോൾ ഉള്ളതുപോലും വീണുടഞ്ഞു പോകും. ഗുരു മന്ദഹസിച്ചു. സമ്പത്ത് അവരവരുടെ കൈകളിൽ ഒതുങ്ങണം. അതിനു മുകളിലാകുമ്പോൾ അവ നമ്മുടെ മനസ്സമാധാനം കെടുത്തും. കയ്യിലുള്ള എല്ലാ മുതലുകളെയും നശിപ്പിക്കുകയും ചെയ്യും. ധനത്തോടുള്ള ആഗ്രഹം അവനവന്റെ കൈകളിൽ ഒതുങ്ങുന്നിടത്താണ് നിർത്തേണ്ടത്. ജീവിതത്തിൽ പലരും തിരിച്ചറിയാൻ വൈകുന്ന സുപ്രധാനമായ കാര്യമാണ് ഗുരു ഇവിടെ അടിവരയിട്ടത്. ജീവിതാവശ്യങ്ങളുടെ മാന്യമായ നിർവഹണത്തിനുള്ള പണവും സാധ്യതകളും അന്തസ്സോടെ കണ്ടെത്തുമ്പോഴാണ് ജീവിതം സമാധാനപരവും സന്തോഷപ്രദവുമാകുക. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745552627 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceo.media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.